സുപ്രസിദ്ധ ഗാഥികൻ ശ്രീ ചിറക്കര സലിംകുമാറിൻ്റെ ശിഷ്യനാണ് ഞാൻ. മാതാപിതാക്കളുടെ ലാളന ലഭിക്കാത്ത കൗമാരവും ബാല്യവും തിരിച്ചറിയാനാവാത്ത നൂറുകണക്കിന് അനാഥ ജന്മങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ കഥാപ്രസംഗ രംഗത്ത് ഇറങ്ങി വന്നിരിക്കുന്നത്. എൻ്റെ കഥാപ്രസംഗ രംഗത്തിൽ നിന്നും കിട്ടുന്ന വരുമാനം അവർക്ക് വേണ്ടി ചെലവാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. കഥാപ്രസംഗം ആരംഭിക്കുകയാണ്. ഞാൻ നമ്മളുടെ ജയപ്രകാശിൻ്റെ കഥാപ്രസംഗത്തിൻ്റെ അരങ്ങേറ്റം എന്ന് കേട്ടപ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ടായി. കഥാപ്രസംഗ രംഗത്ത് ശ്രീ ജയപ്രകാശ് ഒരു വിജയമാകും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ രംഗത്തേക്ക് വലതുകാൽ കുത്തി വന്ന എൻ്റെ കൊച്ചനുജൻ ശ്രീ ജയപ്രകാശിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രശസ്ത നോവലിസ്റ്റ് ബെന്യാമിൻ്റെതാണ് ഈ കഥ. ഈ കഥയ്ക്ക് അദ്ദേഹം നൽകിയിരിക്കുന്ന പേര് ആടുജീവിതം എന്നാണ്. ഞാനത് പുതിയ ഒരു പേരിൽ കഥാപ്രസംഗ വിഷയമാക്കുന്നു. കഥ ഒരു അറബിക്കിനാവ്. സൗദി അറേബ്യ, സമ്പൽ സമൃദ്ധിയുടെ നാട് സൗദി അറേബ്യയിൽ റിയാദ് എന്ന സ്ഥലത്തെ ബത്ത പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ്റെ പാറാവൂടിന് മുന്നിൽ രണ്ട് പോലീസുകാരിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ കൈകെട്ടി നിൽക്കുന്നു. പോലീസ് സ്റ്റേഷനാകുമ്പം കൈകെട്ടി നിൽക്കണമല്ലോ. മലയാളിയാണ്. പേര് നജീബ്. കാണാൻ സുന്ദരനായിരുന്നു 3 വർഷത്തിന് മുമ്പ്. പക്ഷേ ഇപ്പോൾ അവൻ വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. മനോഹര പൂമുഖത്തിമ്പം കണക്കെ തെളിഞ്ഞിരുന്നു. മുന്തിവനത്ത മനോഹര പൂമുഖത്തിമ്പം കണക്കെ തെളിഞ്ഞിരുന്നു. കണ്ടാൽ തിരിച്ചറിയില്ല യുവാവിനെ കണ്ണത്തെ രൂപഭാവങ്ങളില്ല. ഓ, നിങ്ങളുടെ കഥയൊക്കെ ഞാൻ കേട്ടു കേട്ടോ. നിങ്ങളെ ദൈവം കാത്തു. ചുറ്റും കൂടി നിന്നവരൊക്കെ നജീബിനെ തൊട്ടു നോക്കുന്നു. ചിലരൊക്കെ അതിശയഭാവത്തിൽ നിൽക്കുന്നു. നജീബിന്റെ കഥ കേൾക്കാൻ ആളുകൾ ചുറ്റും കൂടി. നജീബ് തന്റെ കഥ പറഞ്ഞു തുടങ്ങി. കേരളത്തിലെ പമ്പ നദിക്കരയിലെ ഒരു കൊച്ചു ഗ്രാമം, പ്രകൃതി സുന്ദരമായ ഒരു നാട്ടിൻപുറം. പമ്പാപുളിനങ്ങൾ സാന്ദ്ര സംഗീതത്തിൽ തമ്പുരുമീട്ടുന്ന രാമം. പമ്പാപുളിനങ്ങൾ സാന്ദ്ര സംഗീതത്തിൽ തമ്പുരുമീട്ടുന്ന രാമം. ചന്ദന ചോലകളിൽ നീന്തി തുടിച്ചുയരും മന്ദാനിലൻ രാമം. ചന്ദന ചോലകളിൽ നീന്തി തുടിച്ചുയരും മന്ദാനിലൻ പാടും ഗ്രാമം. പമ്പാപുളിനങ്ങൾ സാന്ദ്ര സംഗീതത്തിൽ തമ്പുരുമീട്ടുന്ന ഗ്രാമം. ഒരു സുന്ദരി പെണ്ണിനെ കല്യാണം കഴിച്ചു. പേര് സൈനബ. പച്ചപ്പെട്ടു കൊണ്ടു തലയിൽ വട്ടമിട്ട് കൊച്ചു കൊച്ചു സ്വപ്നം കണ്ണിൽ വട്ടമിട്ട്. പച്ചപ്പെട്ടു കൊണ്ടു തലയിൽ വട്ടമിട്ട് കൊച്ചു കൊച്ചു സ്വപ്നം കണ്ണിൽ വട്ടമിട്ട്. അന്തിനേരത്ത് പുഴയോരത്ത് ചെന്താമരപ്പൂ പോലെ പിന്നും സീനത്ത് സീനത്ത് പച്ച
പട്ടുകൊണ്ടു തലയിൽ വട്ടമിട്ട് കൊച്ചു കൊച്ചു സ്വപ്നം കണ്ണിൽ വട്ടമിട്ട് അന്തിനേരത്ത് പുഴയോരത്ത് ചെന്താമരപ്പൂ പോലെ മിന്നും തീരത്ത് നജീബ് പറഞ്ഞതൊന്നും അർബാവിന് മനസ്സിലായില്ല. പിന്നെയും സന്ധ്യകൾ നീലസാഗരത്തിന്റെ പിന്നിലാ പോയി ഒളിച്ചു. പിന്നെയും സന്ധ്യകൾ നീലസാഗരത്തിന്റെ പിന്നിലാ പോയി ഒളിച്ചു. സ്വർണ്ണ കിരീടവും ചൂടി നിശാകരൻ പിന്നിൽ പല കുറി ഉദിച്ചു. സ്വർണ്ണ കിരീടവും ചൂടി നിശാകരൻ പിന്നിൽ പല കുറി ഉദിച്ചു. പിന്നിൽ പല കുറി ഉദിച്ചു.